ഹലോ. അപ്പം നമ്മളിന്നൊരു ഓണം ലുക്കാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ ഓണമൊക്കെ അങ്ങോട്ട് എത്താറായല്ലേ. ഒരു സെപ്റ്റംബർ 15 ആകുമ്പോൾ നമുക്ക് ഓണമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു മേക്കപ്പ് ലുക്കായിട്ട് ക്രിയേറ്റ് ചെയ്തത് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കായിട്ട് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലാത്തതായിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പ്രൈമറാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ട നേരെ തന്നെ കൺസീലറായിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം ടച്ചപ്പ് ചെയ്ത് ഫുൾ നമ്മൾ മുഖത്തൊക്കെ ഒന്ന് ഫേസിലൊക്കെ നല്ലോണം ടച്ചപ്പ് ചെയ്ത് കൊടുത്തായിരുന്നിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാനപ്പോൾ. ഇതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കോട്ടിങ് കിട്ടാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് മൊത്തമൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ബ്ലഷാണ് ഇടുന്നത്, ലൈറ്റ് റോസ് ആയിട്ടുള്ളൊരു കളർ ബ്ലഷ് ഞാനിങ്ങനെ രണ്ട് സൈഡിലും കവിളത്തും മൂക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ന്യൂഡ് ഞാൻ മീഷോന്ന് വെച്ചതാണ്. ഇത് നമ്മുടെ ഐഷാഡോ പാലറ്റാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ ഒന്ന് വാങ്ങിച്ചതാണ്. ഞാൻ തന്നെയായിരുന്നു എൻ്റെ മേക്കപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു കളർ എടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസിൻ്റെ മുകളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട. ഐബ്രോസിൻ്റെ അല്ല, ഐയുടെയൊക്കെ മുകളിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് മൊത്തം അങ്ങോട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഗ്ലിറ്ററിൻ്റെ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടി നൈസായിട്ട് ഫില്ല് ചെയ്യണുള്ളൂ. പിന്നെ എന്നും കണ്ണെഴുതാറുള്ള തന്നെ പെൻസിൽ സ്റ്റിക്ക് വെച്ചിട്ട് രണ്ട് കണ്ണും മുകളിലും താഴെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ അത്യാവശ്യം ഇതൊന്നുമില്ല. അപ്പോൾ സൈഡിലൊന്നായിട്ടുണ്ടാകും, ഞാൻ തൂത്ത് കളഞ്ഞിട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കണ്ണൊക്കെ എഴുതണത്. അത്യാവശ്യം നേരം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല കേട്ടോ. നല്ലതാണ് കേട്ടോ. 100 രൂപയുള്ള ഇതിൻ്റെ വില. പിന്നെ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഉള്ള സാധനങ്ങൾ തന്നെ. പിന്നെ ഞാനിത് 2 ദിവസം മുമ്പ് വാങ്ങിച്ചതാണ്, ബ്ലൂ ഹെവൻ്റെ മസ്കാര. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലാസ്റ്റിങ്ങും ഉണ്ട്. നമുക്ക് അതിലിട്ട് കഴിഞ്ഞാൽ ഒരു അതിനനുസരിച്ചുള്ള മാറ്റവും കാണാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്ന ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ മീഷോന്ന് തന്നെ ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ട് ഒപ്പം വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഷൂട്ടിനും ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്കൊരു ഗ്ലേസിങ്ങും ഒരു സ്മൂത്തനിങ് കിട്ടും കേട്ടോ നമ്മുടെ ഫേസിനൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യണം എൻ്റെ നമ്മുടെ ഐലാഷ് ഉണ്ട് കേട്ടോ. 3 സെറ്റ് ഐലാഷാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഞാനത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു 30 ഇഞ്ചിയുടെ ചെറിയൊരു ട്യൂബ് വെച്ചിട്ടാണ് ഞാനത് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഐഷാഡല്ല ഐലാഷൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഐലാഷൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു വേറൊരു ലുക്കായിട്ട് മാറിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊട്ടൊക്കെ തൊട്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് വാങ്ങിച്ചതാണ്, കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അതൊരുവിധ കോലമായി, പുതിയത് വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ചട്ട പിടിച്ച് ആകെ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടും കൂടി ഞാനപ്പോൾ അത് ഒന്ന് ഹെയറിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ മുടിക്ക് അധികം ഉള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്നുള്ള ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ ആരും എന്നെ കുറ്റം പറയരുത്. എനിക്ക് ആകെ അച്ചിക്കൊടുക്കാൻ ഒരു തുണിയുള്ളൂ എന്ന് പറയണമല്ലോ. എനിക്ക് അച്ചിക്കൊടുക്കാനായിട്ട് ആകെ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമേ ഞാൻ എൻ്റെ മുഖത്തിന് ചേരുള്ളൂ, എനിക്കൊരു കംഫർട്ട് തോന്നാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സൈഡ് പഫ് എടുക്കുക, അത് തന്നെ. പിന്നെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കുറച്ച് മുടിയൊക്കെ വാരിയിടുന്നുണ്ട്. പിന്നെ മുല്ലപ്പൂ വെക്കുന്നുണ്ട്. മുല്ലപ്പൂ ഞാനപ്പോൾ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഹെയറിൽ ക്ലിപ്പാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ തുളസിമാലയും ഉണ്ട്. ഇങ്ങനെ വെച്ചപ്പോഴായിട്ട് ഒരു ഭംഗി തോന്നിയത്. തുളസിമാല ഞാൻ ഉള്ളിൽ കൂടെ വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അധികം ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാൻ ഉള്ളിൽ കൂടെ വെച്ച് നോക്കിയപ്പോൾ മുല്ലപ്പൂ കവർ ചെയ്ത് നിൽക്കണ പോലെ തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ 2 മണിക്ക് നമ്മൾ ബ്രൈഡ്സ് ഒക്കെ വെക്കണ പോലെ തന്നെ ജസ്റ്റ് അങ്ങനെ വെച്ചു. പിന്നെ ഒരു ചെറിയൊരു സിന്ദൂരമൊക്കെ തൊട്ടിട്ട് ഞാൻ ചെറുതായിട്ടേ സിന്ദൂരം തൊടാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ കമ്മലിടാനുണ്ട്. അപ്പോൾ കമ്മലിടാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ കമ്മലൊക്കെ മാറ്റി എൻ്റെ ആയിട്ട് തന്നെയുള്ള ഒരു ജിമ്മിക്ക് എടുത്തിട്ട് ഞാൻ പെയർ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കമ്മലൊക്കെ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നതാണ്. പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാല ഞാൻ ഇതേപോലെ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. 200 രൂപ എന്തോ ആയിരുന്നു മാലയുടെ വില. അത് ഞാൻ പെയർ ചെയ്ത് കൊടുത്തു. പിന്നെ മുടിയൊക്കെ ഒന്ന് ചെയ്യും. എനിക്ക് മുടി എക്സ്റ്റൻഷൻ ഒട്ടും അനക്കാൻ പറ്റണ്ടായിരുന്നില്ല ഗൈസ്. കാരണം ഭയങ്കര ചട പിടിച്ച് ഭയങ്കര ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എക്സ്റ്റൻഷൻ ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ വളയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ ഐലാഷും മേക്കപ്പും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതിൻ്റേതായ ഒരു ഇത് നമ്മുടെ ഗ്ലേസിങ്, നമ്മുടെ ഹൈലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്ലേസിങ് നമ്മുടെ ഫേസിൽ കാണാനുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ച് നമ്മളോട് പറയണം. പിന്നെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായി എന്നൊക്കെ പറയണോട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നതാണ്. ഇത് കോസ്റ്റ്യൂം, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ. ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് അടിച്ചതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെയിം ബ്ലൗസ്. പിന്നെ ഇഷ്ടമാക്കി പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെ ഇടുന്നത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇത്രയുള്ളൂ വീഡിയോ. സീ യു.